നമസ്കാരം. റാഫ് ടോക്ക് ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. RCBക്ക് മേൽ SRH ഗംഭീര വിജയമാണ് നേടിയത്. 55 റൺസിൻ്റെ ടോപ്പ് ക്ലാസ് വിജയം. പക്ഷേ അതുകൊണ്ട് ടോപ്പ് 2-ലെത്തുക എന്നുള്ള ലക്ഷ്യം നേടാൻ കഴിയുമായിരുന്നില്ല. 90 റൺസിനെങ്കിലും വിജയിക്കണമായിരുന്നു, അത് സാധിച്ചില്ല. അതോടുകൂടി RCB തന്നെ ഈ സീസണിൽ IPL 1-ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യും എന്നുറപ്പിച്ചു. അവർ ക്വാളിഫയർ കളിക്കും എന്നുറപ്പിച്ചു. നോക്കുക, RCBയുടെ ഒരു മികവ് നോക്കണം. 2025 അവർ ടോപ്പ് 2-ലാണ് ഫിനിഷ് ചെയ്തത്, പിന്നെ കിരീടം ചൂടി. 2026 ഇതാ IPL അവർ ടോപ്പ് 2-ൽ ഫിനിഷ് ചെയ്യുന്നു. ഇനിയിപ്പോൾ മെയ് 26 ക്വാളിഫയർ 1-ൽ RCB GTയുമായിട്ട് ഏറ്റുമുട്ടും. 2-ാം സ്ഥാനം GTക്കാണ് എന്നുറപ്പായി കഴിഞ്ഞു. SRHന് 3-ാം സ്ഥാനത്താണ്. ഏതായാലും 18 പോയിൻ്റാണ് 3 ടീമുകൾക്കും ഉള്ളത്. എന്നാൽ നെറ്റ് റൺ റേറ്റിൻ്റെ ബലത്തിൽ 1-ാം സ്ഥാനം RCB ഉറപ്പാക്കി കഴിഞ്ഞു. എന്നാൽ ഈ മത്സരം SRH ഒരു ശ്രമം നടത്തിയിരുന്നു. അതുകൊണ്ട് അവരാദ്യം ബാറ്റ് ചെയ്ത് നിശ്ചിത 20 ഓവറുകളിൽ 4 വിക്കറ്റിന് 255 റൺസ് അടിച്ചു. മറുപടി ബാറ്റിങ്ങിൽ തുടക്കത്തിൽ കോഹ്ലിയെ മടക്കി വിട്ടെങ്കിലും വെങ്കിടേഷ് അയ്യർ കഴിഞ്ഞ കളിയിലെ ഫോം അതേപോലെ പുനരാവിഷ്കരിച്ചു. പിന്നെ പട്ടീദാറിൻ്റെ പൊളിച്ചെടുക്കൽ, കൃണാൽ പാണ്ഡ്യയുടെ മികച്ച സംഭാവന എല്ലാം കൂടി ആയപ്പോൾ RCB ആ ഒരു കടമ്പ കടന്നു. 90 റൺസിന് തോൽക്കില്ല എന്നവർ ഉറപ്പാക്കി. ഒടുവിൽ അവർ പരാജയപ്പെട്ടെങ്കിലും 1-ാം സ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് ആ അർത്ഥത്തിൽ അവർക്ക് പോസിറ്റീവാണ്, ആ അർത്ഥത്തിൽ അവർക്ക് ജയവുമാണ്. എന്തായാലും ആദ്യം ബാറ്റ് ചെയ്ത SRH നിശ്ചിത 20 ഓവറുകളിൽ 4 വിക്കറ്റിന് 255 റൺസ് എടുത്തപ്പോൾ RCB നിശ്ചിത 20 ഓവറുകളിൽ 4 വിക്കറ്റിന് 200 റൺസാണ് അടിച്ചത്. മികച്ച ബാറ്റിംഗ് പ്രകടനമാണ് SRHൻ്റെ ടോപ്പ് ഓർഡർ നടത്തിയിട്ടുള്ളത്. അതായത് അഭിഷേക് ശർമ്മ 22 പന്തുകൾ 4 ഫോറും 5 സിക്സും അടക്കം 56 റൺസ്. ട്രാവിസ് ഹെഡ് 26 റൺസ് അടിച്ച് മടങ്ങിയപ്പോൾ ഇഷാൻ കിഷൻ്റെ പൊളിച്ചെടുക്കൽ തുടരുന്നു. 46 പന്തിൽ 8 ഫോറും 3 സിക്സും അടക്കം അദ്ദേഹം 79 റൺസാണ് അടിച്ചത്. ഹെൻറിക് ക്ലാസനും ടോപ്പ് ക്ലാസ് ഫോമിലാണ്. 24 പന്തിൽ 2 ഫോറും 5 സിക്സും അടക്കം അദ്ദേഹം 51 റൺസ് അടിച്ചപ്പോൾ നിതീഷ് കുമാർ റെഡ്ഡി 12 പന്തിൽ 3 ഫോറും 1 സിക്സും അടക്കം 29 റൺസ് അടിച്ച് പുറത്താകാതെ നിന്നു. അങ്ങനെ ഒരു വമ്പൻ സ്കോർ അവർ അടിച്ചുകൂട്ടി. മറുപടി ബാറ്റിങ്ങിൽ തുടക്കത്തിൽ വിരാട് കോഹ്ലി മടങ്ങി. 11 പന്തിൽ നിന്ന് അദ്ദേഹം 15 റൺസാണ് അടിച്ചത്. 5-ാമത്തെ ഓവറിൻ്റെ തുടക്കത്തിലാണ് അദ്ദേഹം മടങ്ങുന്നത്. അപ്പോൾ സ്കോർ ബോർഡിൽ 60 റൺസ് ഉണ്ടായിരുന്നു. അതിൻ്റെ കാരണം വെങ്കിയുടെ വെടിക്കെട്ടാണ്. വെങ്കി 19 പന്തിൽ നിന്ന് 4 ഫോറും 4 സിക്സും അടക്കം 44 റൺസാണ് അടിച്ചത്. ദേവദത്ത് പടിക്കൽ 14 പന്തിൽ നിന്ന് 21 റൺസുമായിട്ട് മടങ്ങിയപ്പോൾ ക്യാപ്റ്റൻ രജത് പട്ടീദാറും കൃണാൽ പാണ്ഡ്യയും ചേർന്നുകൊണ്ട് ടീമിനെ ആ ഒരു കടമ്പ, അതായത് വലിയ മാർജിനിൽ തോൽക്കില്ല, 55 വലുതല്ല എന്നല്ല, 1-ാം സ്ഥാനം നഷ്ടമാവില്ല എന്നുറപ്പാക്കുകയായിരുന്നു. പട്ടീദാർ 39 പന്തിൽ നിന്ന് 6 ഫോറും 1 സിക്സും അടക്കം 56 റൺസ് അടിച്ചപ്പോൾ പാണ്ഡ്യ 31 പന്തിൽ നിന്ന് 41 റൺസ് അടിച്ച് പുറത്താകുന്നു. ടിം ഡേവിഡ് 7 പന്തിൽ നിന്ന് 1 ഫോറും 1 സിക്സും അടക്കം 15 റൺസ് അടിച്ചും പുറത്താകാതുന്നു. എന്തായാലും SRH ജയിച്ചു. 55 റൺസിൻ്റെ ഗംഭീര വിജയം ജയിച്ചു. പക്ഷേ അവർക്ക് ടോപ്പ് 2-ൽ ഫിനിഷ് ചെയ്യാൻ പറ്റിയില്ല. എങ്കിലും അവർക്ക് പോസിറ്റീവായിട്ട് കാണാൻ പറ്റുന്ന കാര്യം, നല്ല രൂപത്തിൽ ലീഗ് അവർ അവസാനിപ്പിച്ചിട്ടുണ്ട്. അത് അടുത്ത എലിമിനേറ്ററിൽ എതിരാളി ആരാവും എന്നുള്ളത് ഞായറാഴ്ച മാത്രമേ അറിയുള്ളൂ. RR ജയിച്ച അവരായിരിക്കും, അല്ലെങ്കിൽ PBKS വരുമോ KKR വരുമോ, അത് കാത്തിരുന്ന് കാണണം. ഏതായാലും അവർക്കെതിരെ കളിക്കും മുമ്പ് നല്ലൊരു ബൂസ്റ്റാണ് SRHന് ലഭിച്ചിരിക്കുന്നത്. RCB ആവട്ടെ അവരുടെ ലക്ഷ്യം പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.